ഞാൻ നിങ്ങളോട് പറയുന്നത്, മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ ദീൻ എന്നത് സത്യത്തിൽ രണ്ട് കാര്യത്തിൽ സമഞ്ജസമായി നിലനിൽക്കുന്നു. ഒന്ന്, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. രണ്ട്, നിന്ദിച്ചതിനെ നിന്ദിക്കുക. രണ്ട് കാര്യമാണ് ദീനിന്റെ ഒരു നട്ടെല്ല്. ഏതൊന്നിനും ഉണ്ടാകുമല്ലോ ഒരു നട്ടെല്ല്. ദീനിന്റെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പൊന്നുമല്ല, അല്ലേ? ആണ്. അതിലും ഇത് രണ്ടുമുണ്ട്. അതിലും ഇത് രണ്ടും ഉണ്ട്. ഇപ്പോൾ കള്ള് കുടിച്ചവരും ഉണ്ട് സ്വഹാബികളിൽ, പിന്നെ കള്ള് കുടിക്കാത്ത കാലവും ഉണ്ട്. കള്ള് കുടിച്ച സമയമുണ്ട്, കള്ള് കുടിക്കാത്ത സമയമുണ്ട്. എന്താ കുടിക്കുന്ന സാധനം? കള്ളും ആണ്. ബദർ യുദ്ധം കഴിഞ്ഞ് സ്വഹാബികൾ കള്ളു കുടിച്ചിട്ടുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞ് സ്വഹാബികൾ കള്ളു കുടിച്ചിട്ടുണ്ട്. ബദർ യുദ്ധം നടക്കുമ്പോൾ കള്ള് ഹറാം അല്ല. ബദർ യുദ്ധം കഴിഞ്ഞിട്ടും സ്വഹാബികൾ കള്ളു കുടിച്ചിട്ടുണ്ട്. അന്ന് കള്ള് ഹറാം അല്ല. പിന്നീട് കള്ളിനെ അവർ ഒഴിവാക്കിയിട്ടുമുണ്ട്. എന്തേ ആദ്യം കള്ള് കുടിച്ച് പിന്നെ എന്റെ കള്ള് ഒഴിവാക്കി? അതിന് കാരണം അള്ളാഹുവിന്റെ ലിസ്റ്റിനെ അള്ളാഹു വെളിപ്പെടുത്തിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിന്നിച്ച ലിസ്റ്റിൽ കള്ള് ഉൾപ്പെട്ട കാര്യം ഒന്നാമത്തെ തവണ സ്വഹാബികൾക്ക് അറിയിച്ചിരുന്നില്ല. പിന്നെ അത് അറിയിച്ചപ്പോഴോ അവർ ഒഴിവാക്കുകയും ചെയ്തു. ആദ്യം കള്ളു കുടിച്ചവരെയോ അള്ളാഹു അംഗീകരിച്ചു, പിന്നെ കള്ളു കുടിച്ച ഒരാളെയും അള്ളാഹു അംഗീകരിക്കുന്നുമില്ല. അപ്പോൾ മാനദണ്ഡം എന്താണ്? സത്യത്തിൽ കള്ള് എന്ന സാധനം ഒന്നാണ്. അത് പണ്ടത്തെ കള്ളും പിന്നത്തെ കള്ളും ഒന്നാണ്. ആദ്യത്തെ കള്ളു കുടിച്ച ഒരു സ്വാലിഹാണ്, പിന്നത്തെ കള്ളു കുടിച്ചവൻ ഫാസിഖ്. അതെങ്ങനെയാ? ദീനിന്റെ മർമ്മം രണ്ട് കാര്യത്തിലോട്ടും. തഅലീമു മാ അല്ലമല്ലാഹ് വതഹഖീറു മാ ഹഖറല്ലാഹ്. രണ്ട് കാര്യത്തിൽ ദീനോട്ടും. തഅലീമു മാ അല്ലമല്ലാഹ് വതഹഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. അല്ലാഹു മറക്കാക്കട്ടെ. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യത്തെ ബഹുമാനിക്കും. നിസ്കാരം അല്ലാഹു ബഹുമാനിച്ച കാര്യമാണ്, അതിനെ ബഹുമാനിച്ചവൻ നല്ലവനാണ്, അതിനെ നിന്ദിച്ചവൻ നിസ്സാരനാണ്. അല്ലാഹു മറക്കാക്കട്ടെ. നോമ്പ് അല്ലാഹു ബഹുമാനിച്ച കാര്യമാണ്, അതിനെ ബഹുമാനിച്ചവൻ നന്നായി, അതിനെ നിന്ദിച്ചവൻ പരാജയപ്പെട്ടു. അല്ലാഹു മറക്കാക്കട്ടെ. ദീനിൽ ഒരു ബാക്ക് ബോൺ, ഒരു നട്ടെല്ലുണ്ട് ദീനിൽ. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. ഇങ്ങനെയാണ് നോക്കി നിങ്ങൾ ഹജ്ജ്, ഇതെല്ലാം അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദി. കള്ളുകുടി, വ്യഭിചാരം ഇത് അല്ലാഹു നിന്ദിച്ചതാണ്, അതിനെ നിന്ദിക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിലപ്പോൾ അല്ലാഹു കാര്യങ്ങളെ ബഹുമാനിക്കും, ചിലപ്പോൾ അല്ലാഹു സ്ഥലങ്ങളെ ബഹുമാനിക്കും. സ്ഥലങ്ങളെ ബഹുമാനിക്കും. ഇന്ന അവ്വല ബൈതിൻ ഖുലിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതുൻ ബൈനാതുൻ മഖാമു ഇബ്രാഹീം ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين إن أول بيت وضع للناس. മാലോക സമൂഹത്തിന് വേണ്ടി അള്ളാഹു ബഹുമാനിച്ചുണ്ടാക്കിയ ആദ്യത്തെ കെട്ടിടമാണ് കഅബാലയം. ആ നാടിനെ ബഹുമാനിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹ് നിന്ദിച്ചതിനെ നിന്ദിക്കുക. ഇതാണ് ദീൻ. നട്ടല്ല, അതാണ് ഒന്നിനുണ്ടാവില്ല നട്ടൽ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. അപ്പോൾ അള്ളാഹു എന്തായി? അള്ളാഹു മേലെയായി, നമ്മൾ അടിമയായി. അല്ലാതെ അള്ളാഹ്ക്ക് നിസ്കരിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എന്തിനാ നമ്മൾ നിസ്കരിച്ചത്? നമ്മൾ നിസ്കരിച്ചത് അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചു, അത്രയേ ഉള്ളൂ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ലോ അസമ അഹ്ലുസ് സമാഇ വ അഹ്ലുൽ അർളി അലാ അൻ യഅ്ബുദൂ ഫഅബദൂ ഫമാ സാദ ഫീ മുൽകിഹി ഷൈഉൻ വലോ അസമ അഹ്ലുസ് സമാഇ വ അഹ്ലുൽ അർളി അലാ അൻ ലാ യഅ്ബുദുല്ലാഹ ഫമാ അബദുല്ലാഹ ഫമാ നഖസ ഫീ മുൽകിഹി ഷൈഉൻ. മുത്തറസൂൽ.
ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും എല്ലാവരും ഒരുമിച്ചുകൂടി എന്നിട്ട് തീരുമാനിച്ചു നമുക്കെല്ലാം അല്ലാഹ്ക്ക് ആരാധിക്കണം. അങ്ങനെ ആകാശത്തുള്ള എല്ലാ ജീവികളും ഭൂമിയിലുള്ള എല്ലാ ജീവികളും അള്ളാഹുവിനെ ആരാധിക്കാനും തയ്യാറായി. എല്ലാരും ആരാധിക്കുകയും ചെയ്താലും അള്ളാന്റെ അധികാര ഖജനാവിൽ ഒരൽപ്പം പോലും കൂടുകയില്ല. അപ്പോൾ നമ്മൾ സ്കെച്ചിട്ട് അള്ളാഹ്ക്ക് എന്താ കാര്യം? ഇനി ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും എല്ലാവരും തീരുമാനിച്ചു ഒരാളും ഞാൻ അള്ളാഹ്ക്ക് ആരാധിക്കണില്ല. പിന്നെ ഒരാളും അള്ളാഹ്ക്ക് ആരാധിച്ചതും ഇല്ല. ആകാശത്തുള്ളവരും, ഇത് ഞാൻ പറഞ്ഞതല്ല ജനങ്ങളെ, മുത്ത് റസൂൽ പറഞ്ഞതാണ്. ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും എല്ലാവരും ഒരുമിച്ചുകൂടി. എന്തിനാ ഒരുമിച്ചുകൂടിയത്? ഇനി ഒരിക്കലും അള്ളാഹ്ക്ക് ആരും ആരാധിക്കേണ്ട. ഒരുമിച്ചുകൂടി തീരുമാനിച്ച് പിന്നെ ഒരാളും അള്ളാഹ്ക്ക് ആരാധിച്ചതും ഇല്ല എങ്കിൽ അള്ളാന്റെ അധികാരത്തിൽ ഇത്രയോട്ട് കുറയും. അപ്പോൾ നമ്മൾ നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെങ്കിലും അള്ളാഹ്ക്ക് കണക്കാണ്. പിന്നെന്തിനാ നമ്മൾ കൊണ്ട് നിസ്കരിച്ചത്? അതൊരു പണിയാണ്. എന്ത്? നമ്മൾ അടിമയും അള്ളാഹ് ഉടമയുമാണെന്ന് അംഗീകരിക്കുക. അപ്പൊ അള്ളാഹ് ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിച്ച്, അള്ളാഹ് നിന്ദിച്ചതിനെ നമ്മൾ നിന്ദിച്ച്. ആദ്യത്തെ സ്വഹാബികൾ കള്ളുടിച്ച്, അപ്പോൾ ആ സ്വഹാബി സ്വർഗത്ത് കടന്നു. ഇന്നത്തെ അയമൂട്ടി കള്ളുടിച്ച നരകത്ത് കിടക്കും. അള്ളാഹ് നമ്മളെ കാക്കട്ടെ. കള്ള് ഹറാമാണിന്റെ എത്ര സ്വഹാബികൾ മരിച്ചുപോയി? കള്ളുടിച്ച് വെച്ച്. അന്ന് അള്ളാഹ് നിന്ദിച്ച ലിസ്റ്റിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അള്ളാഹ് നിന്ദിച്ച ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അപ്പോൾ അള്ളാഹ് നിന്ദിച്ചതിനെ നിന്ദിച്ചവരൊക്കെ സ്വർഗത്ത് കിടന്ന്. അന്ന് കുടിച്ചവരും സ്വർഗത്ത് കിടന്ന്, അന്ന് കുടിക്കാത്തവരും സ്വർഗത്ത് കിടന്ന്. അങ്ങനെയാണ്. ഇത്രയുള്ളൂ കാര്യത്തിന്റെ മർമ്മം. അത്രയാണ്. അള്ളാഹ് ബഹുമാനിച്ച് ബഹുമാനിക്കുക, അള്ളാഹ് നിന്ദിച്ച് നിന്ദിക്കുക. ഇതാണ് ദീൻ.